So I think this video is somewhat so special for me. I'll tell you why. Why? Because I am moving out of my house. എൻ്റെ ഇംഗ്ലീഷ് ശരിയാണോ എന്ന് എനിക്കിപ്പോൾ ചെറിയ ഡൗട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ പറയാം. ഞാൻ താൽക്കാലികമായി ഒരാവശ്യത്തിന് വേണ്ടി എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മാറി നിൽക്കുകയാണ്. ഒരു ന്യൂ പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. സോ ഫോർ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഞാൻ കുറച്ച് നാളത്തേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. സോ ഐ ആം ലൈക്ക് എക്സൈറ്റഡ് to see what's going to happen, how I am going to adjust, what are the challenges. Yeah, so welcome to this video, and I think I'll be doing the continuation of this particular video, and then it is new life, new things, so definitely there are some contents I think I can create it. So yeah, stay tuned and welcome to the new video. സോ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രോജക്റ്റ് ന്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. സോ കുറച്ച് നാളത്തേക്ക് എനിക്ക് മാറി നിൽക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. എനിക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് ചില ക്ലിപ്സ് എനിക്ക് ആ ടൈമിൽ ഷൂട്ട് ചെയ്യണമെന്ന് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ പല ഡേയ്സിലത്തെ കുറേ ഇതായിരിക്കും നിങ്ങൾ കാണുന്നത്. അറ്റ്ലീസ്റ്റ് ഞാനിതൊരു 2 വീക്സ് കൊണ്ട് എടുത്ത വീഡിയോ ആയിരിക്കും. വൈ? ബിക്കോസ് അപ്പോഴിപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നും, ഞാൻ എടുക്കും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ നിന്ന് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് ആദ്യം ഒരു ഹോട്ടലിലാണ് പോയി നിൽക്കാൻ പോകുന്നത്. ആ ഒരു 1 വീക്കൊക്കെ ഞാൻ ഹോട്ടലിലായിരിക്കുന്ന ടൈമിൽ ഐ വോണ്ട് ടു ഫൈൻഡ് an accommodation 1 BHK അങ്ങനെ എന്തെങ്കിലും ഐ വോണ്ട് ടു ഫൈൻഡ് ഔട്ട്. ബട്ട് ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ OLXും അങ്ങനെയൊക്കെ ഞാൻ നോക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ വാസ് നോട്ട് ഏബിൾ ടു ഫൈൻഡ് എനി ഗുഡ് അക്കോമഡേഷൻ. ഞാൻ ഗുഡ് എന്നുള്ള വേർഡും റിമൂവ് ചെയ്യണം. ഐ വാസ് നോട്ട് ഏബിൾ ടു ഫൈൻഡ് എനി അക്കോമഡേഷൻ. സോ ഈവൻ ഞാനത് കഴിഞ്ഞിട്ട് ബ്രോക്കേഴ്സിന് വരെ ഞാൻ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. ബട്ട് സ്റ്റിൽ ഐ വാസ് നോട്ട് ഏബിൾ ടു ഫൈൻഡ്. അപ്പം ഞാനിപ്പോൾ അയൺ ചെയ്യുന്നതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ ഐ എം ഗോയിങ് ടു സ്റ്റേ ഇൻ എ ഹോട്ടൽ. ബട്ട് അതൊരു ഹോട്ടൽ ഹോം സ്റ്റേ എന്ത് വേണം പറയാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. സോ ഐ ഡോണ്ട് നോ വെദർ അവിടെ അയണിങ് ഫെസിലിറ്റി ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സോ എനിക്കവിടെ എത്തി ഇമ്മീഡിയറ്റ്ലി എനിക്ക് കുറച്ച് മീറ്റിംഗ്സ് ഉണ്ട്. സോ ഐ വോണ്ട് സം ക്ലോത്ത്സ്. ഇതെല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടിയാണ് ഇരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് അതുപോലെ എന്തായാലും എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ചുളിവൊക്കെ മാറ്റി ഞാൻ എൻ്റെ ബാഗിൻ്റെ അകത്ത് വീണ്ടും എടുത്ത് വെക്കും. അപ്പോൾ വീണ്ടും കുറച്ച് ചുളിയും. ബട്ട് സ്റ്റിൽ ഐ ആം ഓക്കെ വിത്ത് ദാറ്റ് ചുളിവ്. അപ്പം ആൻഡ് ഹിയർ മൈ ജേർണി ബിഗിൻസ്. സോ ഞാൻ ജനശതാബ്ദിയിലാണ് പോയത്. എന്തുകൊണ്ട് ഈ വീഡിയോ ചരിഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ജനശതാബ്ദിയിൽ എനിക്ക് നേരെ ഇരിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് അതിങ്ങനെ ചരിഞ്ഞിരിക്കുന്നത്. സോ ദിസ് ഇസ് മൈ ഹോട്ടൽസ് ബാത്റൂം. അപ്പോൾ ഞാൻ ഒരു ഹോട്ട് ഷവറൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്നിട്ട് നമ്മുടെ മുഴുവനകത്ത് മറ്റേ പുകയും സൺലൈറ്റൊക്കെ വന്ന് നല്ല ഭംഗിയായിരുന്നു. സോ ഐ തോട്ട് ലൈക്ക് ഐ ജസ്റ്റ് ടേക്ക് എ ഫ്യൂ ക്ലിപ്സ്. മിററായിരുന്നു ഉദ്ദേശിച്ചെങ്കിലും മിറർ അവിടെ ഉണ്ടായിരുന്നില്ല. സോ ഐ ടുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. So this video was also shot before I shifted because I was searching continuously in OLXും. ഇപ്പോൾ എനിക്ക് എത്ര പ്ലാറ്റ്ഫോം അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഐ മീൻ OLX ഉണ്ട്, 99 acres ഉണ്ട്, മാജിക് ബ്രിക്സ് ഉണ്ട്, ക്വിക്കർ ഉണ്ട്, അങ്ങനെ housing.com ഉണ്ട്. Then even I looked for this co-living PG kind of thing, stanza living I guess. So അതെല്ലാം ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. But I was not able to get something which suits to my requirement. ബട്ട് റിക്വയർമെൻറ്റൊക്കെ ഞാൻ വിട്ടു അവസാനം. എന്താണെന്ന് വെച്ചാൽ ഒന്നും കിട്ടാതായല്ലോ. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ മതി എന്നുള്ള അവസ്ഥയിലിരുന്ന് വിളിക്കുന്ന കോൾസാണ് ഇപ്പം കാണുന്നത്. ഒരു വല്ലാത്തൊരു ഒരു ഹണ്ടിങ് ആയിരുന്നു അക്കോമഡേഷന് വേണ്ടിയിട്ട്. അറ്റ് ലാസ്റ്റ് ഐ ഗോട്ട്. പക്ഷേ അതൊരിക്കലും OLX വഴിയോ വേറെ ഒന്നും ആയിരുന്നില്ല. ഞാൻ ഈ ഏറ്റെടുത്ത പ്രോജക്റ്റിലത്തെ ഒരാൾ തന്നെ എനിക്ക് ആ ഒരു അക്കോമഡേഷൻ സെറ്റ് ചെയ്ത് തന്നെയാണ്. സോ I am happy that I got an accommodation. So this video was also shot in that homestay where I was staying for that week. ഞാൻ അവിടെ നിന്ന് കൊത്തു പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ത്രൂ സ്വിഗ്ഗി ഓർ സൊമാറ്റോ ഐ ഓർഡേർഡ്. ഇറ്റ് വാസ് okay. But I was hungry, so I ate. അത്രേ ഉള്ളൂ. I don't remember the hotel's name. ഓഫ് കോഴ്സ് സൊമാറ്റോയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. സോ റൈറ്റ് നൗ ഐ ആം ഇൻ കൊച്ചിൻ. I don't know whether I'll be here in Cochin for a long time, but still I am in Cochin. And why I said Cochin is because ഞാൻ ഇവിടെ നിന്നപ്പോഴത്തേക്കും I ate food from a hotel. അശ്വിൻ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. They have amazing beef roast or beef curry. നല്ല ബീഫായിരുന്നു. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഡേ ഞാൻ മേടിച്ചു.
ഞാൻ സർപ്രൈസ്ഡ് ആയി. ഓക്കെ, ഇത്ര അടിപൊളിയായിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കൺസിസ്റ്റൻസി നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ. നമ്മൾ കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും 2 ദിവസം കൂടെ ഞാൻ ഓർഡർ ചെയ്ത് സക്സസ്ഫുള്ളി ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് സോ ഗുഡ്, യു ഷുഡ് ട്രൈ ഫ്രം ദറ്റ് ഹോട്ടൽ. ആൻഡ് ദിസ് ഈസ് ലൈക്ക് ദ നെക്സ്റ്റ് ഡേ ആൻഡ് ഐ ഹാവ് എ മീറ്റിംഗ്. രാവിലെ ഞാൻ 7 മണിക്കൊക്കെ ഓട്ടോമാറ്റിക്കലി എണീക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ, എൻ്റെ അലാറം അടിക്കുന്നതിന് മുമ്പേ ഞാൻ എണീക്കും. എന്താണെന്ന് അറിയത്തില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ ഇപ്പോൾ കിടക്കുന്നുണ്ട്. മറ്റേത് 2 o'clock 3 o'clock വരെയൊക്കെ ഞാൻ കണ്ണും തുറന്നിങ്ങനെ ഇരിക്കുമായിരുന്നു. സോ നൗ ഇറ്റ്സ് ലൈക്ക് 12:30 ഒക്കെ ആകുമ്പോൾ തന്നെ ഞാൻ കിടക്കും. സോ ഐ തിങ്ക് ഐ ആം ഏബിൾ ടു വേക്കപ്പ് ഏർലി. സോ അങ്ങനെ ഒരുവിധം എന്തൊക്കെയൊക്കെയോ ചെയ്തിട്ട് ഞാൻ മീറ്റിങ്ങിന് പോകാൻ പോവാം. ആൻഡ് ദ മീറ്റിംഗ് ഇസ് ഓവർ. ആ ദിവസം വൈകുന്നേരമായി. ആൻഡ് ഐ വെൻറ്റ് ഫോർ ഷോപ്പിംഗ്. ഐ ഗോട്ട് എ ന്യൂ സ്പേസ്. അവിടത്തേക്കുള്ള കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ബേസിക് നീഡ്സ് ഓഫ് ദ റൂം ആൻഡ് കിച്ചൺ ആൻഡ് തിങ്സ്. ആൻഡ് ദെൻ ഐ കെയിം ടു ദിസ് cafe for eating. I think after a very long time I'm sitting ഒറ്റയ്ക്ക് and eating all these things. The food was good, but എനിക്കിതിൽ ചതി പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു റൈസിൻ്റെ പോർഷൻ ഐ തോട്ട് ഇറ്റ് വിൽ ബി മോർ, ബട്ട് ഇറ്റ് വാസ് സോ ലെസ്, ബട്ട് ഇറ്റ് വാസ് ഗുഡ്. And this is my chaya gachal. So yeah, and this is my kitchen. And I am researching on new things like how to live a minimal life. I think you will be seeing this minimal life thing in my upcoming YouTube videos, because ഇവിടെ ഒന്നുമില്ല. ഇത് അൺഫർണിഷ്ഡ് ആയിട്ടുള്ള 1 BHK പോലത്തെ ഒരു സാധനമാണ്. ഇവിടെ ഒന്നുമില്ല. അപ്പം ഇവിടത്തേക്കുള്ള സാധനം ഫ്രിഡ്ജില്ല. സോ യു ക്യാൻ ബൈ ആൻഡ് കീപ്പ് എനിത്തിങ്. അപ്പോൾ വേണ്ട കാര്യങ്ങൾ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. സോ ഐ ഫൗണ്ട് ദിസ് മിൽക്ക് പാക്കറ്റ് വിച്ച് ഇസ് കോൾഡ് എ ടെട്രാ പാക്ക്. നമ്മുടെ ട്രോപ്പിക്കാനയുടെ ബോട്ടിൽ പോലത്തേക്ക്, ട്രോപ്പിക്കാനയുടെ പാക്കില്ലേ, അതിൻ്റെ ചെറിയ വേർഷൻ 10 രൂപയുള്ളൂ. അപ്പോൾ ഒരു പാക്കറ്റ് മിൽക്ക് കിട്ടും. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് ഇസ് ലൈക്ക്, ആൻഡ് ചൂടാക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ലൈക്ക് എന്തോ മറ്റേ സംഭവം ടോൺഡ് മിൽക്കാണ്. ടോൺഡ് മിൽക്ക് സംതിങ് ആണ്, എനിക്കറിയത്തില്ല. അതിൻ്റെ പാക്കറ്റ് ഞാൻ വായിച്ച് നോക്കേണ്ടി വരും. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, ആൻഡ് യു ക്യാൻ യൂസ് ഇറ്റ് ആൻഡ് യു ഡോണ്ട് വാണ്ട് എ ഫ്രിഡ്ജ് ടു കീപ്പ് ഇറ്റ്. അപ്പോൾ എൻ്റെ ചായ ആൻഡ് കോഫി നെസസിറ്റീസ് എല്ലാം എനിക്ക് ഇതിൻ്റെ അകത്തങ്ങ് പോകും. ആൻഡ് ഐ ബോട്ട് എ ഇൻഡക്ഷൻ കുക്കർ ഓൾസോ, വിച്ച് ഇസ് എ ബേസിക് lowest one available in the market, I guess, but not the lowest, but still കൊള്ളാവുന്ന ഏതോ ഇത്. പിന്നെ ഞാൻ ഈ പാത്രമെല്ലാം മേടിച്ചായിരുന്നു. പഞ്ചസാര ഇട്ട് വെക്കണമല്ലോ, അല്ലെങ്കിൽ മുഴുവൻ എറുമ്പ് വന്ന് അവിടെ മുഴുവൻ ഒരു പരിവാവും. സോ ബേസിക് തിങ്സ്. നിങ്ങൾ അവിടെ കുറച്ച് ക്ലിപ്സ് ഇരിക്കുന്നത് കാണാം. ആ ക്ലിപ്പ് എന്ന് പറയുന്നത് എൻ്റെ തുണിയിൽ കുത്താനുള്ള വേറെ സെറ്റ് ഓഫ് ക്ലിപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ചെറിയ സാധനങ്ങൾ മേടിക്കുമ്പം അത് തണുത്ത് പോകാതിരിക്കാനായിട്ട് നമുക്കൊന്ന് എന്തെങ്കിലും വെച്ചെടുത്ത് ചെയ്യണമല്ലോ. സോ ഇനീഷ്യലി ഐ എം അഡ്ജസ്റ്റിംഗ് വിത്ത് ദ ക്ലിപ്സ്. ഐ വോണ്ട് ടു ആഡ് മോർ തിങ്സ് ടു ദ കിച്ചൺ. പിന്നെ കുടിക്കാനായിട്ട് ദെൻ ഞാനൊരു നൈഫ് മേടിച്ചു. ആക്ച്വലി എൻ്റെ കൂടെ പർച്ചേസിന് വന്ന ആളാണ് നൈഫ് വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഓക്കെ എനിക്ക് കത്തിയത്, ഓക്കെ നൈഫ് വേണം. എന്തായാലും മേടിച്ചത് നന്നായി. എന്താണെന്ന് വെച്ചാൽ എന്ത് ഓപ്പൺ ചെയ്യാനും ഞാനിപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോ ദിസ് ഇസ് മൈ ചായ കാച്ചൽ ആൻഡ് ഇറ്റ്സ് ഗുഡ്. ആൻഡ് ഐ ആം എക്സ്പ്ലോറിങ് ന്യൂ തിങ്സ്. ഫ്രിഡ്ജില്ലാതെ, ഓവനില്ലാതെ, ഗ്യാസ് ഇല്ലാതെ എങ്ങനെ ഫുഡ് ഉണ്ടാക്കാം, എന്തൊക്കെ ഫുഡ് നമുക്ക് ഉണ്ടാക്കാം. ഓഫ് കോഴ്സ് എല്ലാ സാധനവും നമ്മൾ ഫ്രിഡ്ജിലാണല്ലോ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഫ്രിഡ്ജില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള റിസർച്ചിലാണ്. ഐ വിൽ അപ്ഡേറ്റ് യു. ഐ തിങ്ക് ഐ വിൽ ബി ഡൂയിങ് മോർ വീഡിയോസ് ഓൺ ഹൗ ഐ ആം ലിവിങ് ലൈഫ് ഇൻ ദിസ് 1 BHK വിത്തൗട്ട് ഫ്രിഡ്ജ് ആൻഡ് അതർ തിങ്സ്. സോ ഒരു മിനിമൽ ലൈഫ് സ്റ്റൈലായിരിക്കും മിക്കവാറും ഈ ഒരു യൂട്യൂബ് വീഡിയോയിൽ വഴി നിങ്ങൾ കാണാൻ പോകുന്നത്. ബിക്കോസ് ഐ വോണ്ട് ടു ഡോക്യുമെൻറ്റ് ദിസ് ജേർണി. ബിക്കോസ് എല്ലാ ദിവസവും ഷോക്കേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതുപോലെ ഒന്നിച്ച് കുറേ സെറ്റ് ഓഫ് സ്മോൾ വീഡിയോസ് ഇൻ ടു എ സിംഗിൾ വീഡിയോ ഐ ക്യാൻ ഡു ഇറ്റ്. ഈവൻ ഇവിടെ ഇൻഡക്ഷൻ കുക്കർ മേടിക്കുന്നതിന് മുമ്പ് ഇവിടെ വെള്ളം കുടിക്കാൻ പോലും വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ ഡിസ്റ്റിൽ വാട്ടർ ബോട്ടിലാണ് മേടിച്ചത്. അതാണ് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. സോ ഐ തിങ്ക് ഐ ക്യാൻ കം അപ്പ് വിത്ത് സം ടിപ്സ് ആൻഡ് ട്രിക്സ് ആൻഡ് ദ ചായ കാച്ചൽ ഇസ് ഡൺ. ആൻഡ് വെൽക്കം ടു ദ ന്യൂ ഹോം ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോ.